വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നോർമൽ ദുപ്പട്ടേനെ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ വർക്ക് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഫ്രണ്ടിൽ താഴെയും ബാക്കിലും പിന്നെ തലയിലിടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് നമ്മൾ തല അങ്ങനെ ഇടൂലേ ആ ഒരു ഭാഗത്തും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം 4 മോട്ടിഫാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിലിട്ട് ഒരെണ്ണം, ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 സൈസിലുള്ള മിററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരെണ്ണം വലിയ സൈസിലുള്ളതും പിന്നെ ഒന്ന് ചെറിയ സൈസിലുള്ളതും. പിന്നെ നമുക്ക് ഇടയിൽ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ്, ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സും. ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ചെറിയ കട്ട് ബീഡ്സും പിന്നെ നമുക്ക് ഈ മിറർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ബ്ലാക്ക് ത്രെഡാണ് യൂസ് ചെയ്തത്. അതായത് നമ്മൾ ടോപ്പിൻ്റെ ഏത് ത്രെഡാണോ ആ ഒരു ത്രെഡാണ് നമ്മൾ ഈ മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്യാനും ടോപ്പിൻ്റെ കളർ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കളറിലുള്ള ടോപ്പാണോ ചെയ്യുന്നത് ആ രീതിക്ക് ഉള്ള കോമ്പിനേഷനിൽ നൂല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് 3 സ്ട്രാൻഡ്സിലായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ മിറേഴ്സ് ഉണ്ടല്ലോ, ഈ മിറർ നമുക്ക് ആദ്യം റാൻഡമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് റൗണ്ട് ഷേപ്പിൽ ഒട്ടിക്കണോ അതോ സ്ക്വയർ ആണോ, അപ്പോൾ ഏത് ഷേപ്പാണെന്നുള്ളത് ആദ്യം നമ്മളൊരു ചോക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാഫ് സർക്കിളായിട്ടാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ നമുക്ക് മിറേഴ്സ് റാൻഡമായിട്ട് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വലിയ മിറർ നമ്മൾ ഒട്ടിച്ചില്ലേ അതിൽ മാത്രം നമുക്കൊന്നൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ആങ്കർ ത്രെഡ് 3 ഇഴയിൽ നമ്മൾ കോർത്തെടുത്തിട്ട് പ്ലസ് പോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ക്രോസ് ആയിട്ട് ഇൻഡ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആ സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫിക്സ് ആയിട്ട് ഇരുന്നോളും, മൂവ് ചെയ്യാതെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഓരോ ലെഗ്സും ഇല്ലേ, ഇങ്ങനെ നമ്മൾ ഓരോ കാല് ഇങ്ങനെ ഇട്ടില്ലേ, പ്ലസ്സും ഇൻറ്റും ആയിട്ട് ഇട്ടില്ലേ, അതിൻ്റെ ഓരോ കാലിലും നമ്മൾ ജസ്റ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അത്ര മാത്രം നമ്മൾ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എംബ്രോയ്ഡറി വർക്ക് പഠിച്ചവരായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇത് കണ്ടിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കെട്ടിടുന്ന പോലെ തന്നെ, അത് ഇപ്പുറത്ത് നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയിറക്കിയില്ലേ, ഇനി നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സൂചി പൊന്തിച്ചെടുക്കുക ഇതേപോലെ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സൂചി ഇതേപോലെ കുത്തി മുകളിലേക്ക് കയറ്റുക. അപ്പോൾ നമ്മൾ ആ ഒരു നൂല് സൂചിയുടെ അടിയിലായിരിക്കണം. ഇങ്ങനെ നമ്മൾ കെട്ടുപോലെ വീഴൂലേ ആ രീതിയിൽ കണ്ട ഇങ്ങനെ ഇട്ടിട്ട് ഒരു കെട്ടുപോലെ ഇട്ട് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴത്തോട്ട് കുത്തിയിറക്കുക, റൈറ്റ് സൈഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. നമ്മൾ അതിൻ്റെ ഈ സ്ട്രാൻഡിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴത്തേക്ക് കുത്തിയിറക്കുക. അങ്ങനെ ഒരു ലെഗിൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലെഗിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, മനസ്സിലാക്കാനൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എംബ്രോയ്ഡറി വർക്കൊന്നും സ്പെഷ്യലായിട്ട് പഠിച്ചോടെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, നമുക്ക് ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ കാലിലും ഇതേപോലെ ഒരു കെട്ടിട്ട് എടുക്കുക. അപ്പോൾ ഈ കെട്ടിൻ്റെ തിക്നെസ് രണ്ടും കൂടി ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ എല്ലാതും തമ്മിലിങ്ങനെ മുട്ടി നിൽക്കും. അപ്പോൾ മുട്ടി നിൽക്കുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ സെൻറ്ററിലൊരു ഫ്ലവർ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യാനായിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റിലേക്കും മാറി കുത്തുക. അതോടൊപ്പം തന്നെ എന്താ, റൈറ്റ് സൈഡിൽ ഒരു സൈഡിൽ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് പിന്നെ നമ്മൾ സൂചി ആ കാലിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കോർത്ത് എടുത്തിട്ട് വേണം ഇപ്പുറത്തെ സൈഡിൽ കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടെ ഒരു കെട്ടായിട്ട് നിൽക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ കാലിലും ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും, എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കണം, ഇങ്ങനെ അതായത് ഓരോ ചുറ്റ് എത്ര പ്രാവശ്യമായിട്ട് ഒരു കാലിൽ ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ എണ്ണിയിട്ടൊന്നുമല്ല ചെയ്യണത്, എണ്ണേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കുത്തി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് മുമ്പത്തെ കാലിൽ വന്ന് മുട്ടൂലേ നൂല്,
ആ മുട്ടുമ്പോൾ ആ ഒരു കാലിൽ ചുറ്റുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം കണ്ടില്ലേ, ഇങ്ങനെ തമ്മിൽ മുട്ടുമ്പോൾ അവിടെ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ആയി വരുന്നത് കണ്ടില്ലേ, ഒരു പാറ്റേൺ കിട്ടുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നത് വരെ നമ്മൾ ഒരു കാലിൻ്റെ അപ്പുറവും ഇപ്പുറവും മാറ്റി മാറ്റി നമ്മൾ കുത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാലിലും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു മിറർ അവിടെ നല്ല ഫിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ വലിയ മിറേഴ്സ് ഒട്ടിച്ചെടുത്തില്ലേ, ആ മിററിലെല്ലാതും ഇതേപോലെയുള്ള ഫ്ലവർ പാറ്റേൺ ചെയ്തെടുക്കുക. ചെറിയ മിറർ ഒട്ടിച്ചതിൽ ഞാൻ പ്രത്യേകിച്ച് ഔട്ട്ലൈനൊന്നും കൊടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെ വിട്ടിട്ടേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം, പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ് ആദ്യം ഒന്ന് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സാധാ ത്രെഡിൽ, ഞാൻ ആദ്യം ബ്ലാക്ക് നൂലിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചപ്പോൾ നൂല് ബ്ലാക്ക് കാണിച്ചത്. പക്ഷെ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷോള് ജോർജറ്റ് ഷിഫോണൊക്കെ അല്ലേ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലാക്ക് കളർ ഇങ്ങനെ താഴെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണുന്നു, നിഴലടിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നൂലെടുത്തത് ദുപ്പട്ടയുടെ സെയിം കളർ പീച്ച് കളറിലുള്ള കോട്ടൺ നൂല്, നമ്മൾ സ്യൂയിങ് ത്രെഡ് നോർമൽ ത്രെഡില്ലേ, ആ ത്രെഡാണ് എടുത്തത്. ഇനി നമുക്ക് ഈ സൂചിയിൽ കട്ട് ബീഡ് ഇതേപോലെ കോർത്തെടുത്ത ശേഷം നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പിൽ അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിന് പ്രത്യേക അകലം അങ്ങനെയൊന്നും കണക്കാക്കാനില്ല. നമുക്ക് ഒരെണ്ണം ആദ്യം ഇവിടെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് സൂചി കുറച്ച് നീക്കി എടുത്തിട്ട് അതിലും നമ്മൾ ഇതേപോലെ കട്ട് ബീഡ് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൂചി താഴേക്ക് കുത്തിയിറക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ കട്ട് ബീഡും ഇതേപോലെ എടുത്തിട്ട് അവിടെ ആയിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ബീഡും വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് താഴത്തോട്ടും മുകളിലോട്ടും കുത്തിയിറക്കി ചെയ്യുക. അതെല്ലാം നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ എളുപ്പം കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കുത്തിയിറക്കണതിന് പകരം നമ്മൾ ഒരെണ്ണം ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്ത് സൂചി കുത്തി മുകളിലോട്ടിന് പൊന്തിക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ബീഡ് ഇട്ട് കൊടുത്ത ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒറ്റ കുത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ട് ബീഡ് ഇടയ്ക്ക് ഇങ്ങനെ ലൂസായി പോരില്ല. നമ്മൾ കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട് ബീഡ് ഇങ്ങനെ ഇളകി നിൽക്കും. അപ്പോൾ ഒരു 2-3-4 എണ്ണമൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് ഓരോ കെട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ഈ തുണിയിൽ ഈ സെയിം നൂല് തന്നെ വെച്ചിട്ട് കെട്ടിടും, പിന്നെ അതിൻ്റെ മുകളിൽ തന്നെയല്ലേ അടുത്ത കട്ട് ബീഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കെട്ട് നമുക്ക് പുറത്തേക്ക് കാണുമൊന്നുമില്ല. ഈ രീതിയിൽ നമുക്ക് ഫുള്ള് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം അവിടെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബോർഡർ മാർക്ക് ചെയ്തതിൽ ഇതേപോലെ ആ ബോർഡർ ലെവൽ ചെയ്തിട്ട് ആ ബോർഡർ നമ്മൾ വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടി വേണം നമ്മൾ ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ബീഡായാലും ബ്ലാക്ക് ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്ന ബീഡ്സ് ആയാലും വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നൂലൊട്ടും പൊന്തി നിൽക്കാതെ ദുപ്പട്ടയുടെ ആ ഒരു ലെവലിൽ തന്നെ ടൈറ്റായിട്ട് നിൽക്കും. കട്ട് ബീഡ്സ് കൊടുത്തതിൻ്റെ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മൾ ബ്ലാക്ക് കട്ട് ബീഡ്സ് എടുത്തില്ലേ, ചെറിയ ഷുഗർ ബീഡിൻ്റെ സൈസിലുള്ള കട്ട് ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബീഡും ഈ രീതിയിൽ തന്നെ നമ്മൾ സൂചിയിൽ ഈ ബ്ലാക്ക് കട്ട് ബീഡ് കോർത്ത ശേഷം തുണിയിൽ കുത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ റാൻഡമായിട്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പിലും നമുക്കിതേപോലെ ബ്ലാക്ക് ഇതും കൂടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ദുപ്പട്ടയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗത്തും കൂടി ഇതേപോലെയുള്ള ഡിസൈൻ ചെയ്തെടുക്കുക. അതായത് വലിയ മിററും ചെറിയ മിററും കട്ട് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ദുപ്പട്ടയുടെ സൈഡ് നമ്മളിങ്ങനെ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ദുപ്പട്ടയിൽ മാത്രമല്ല കേട്ടോ, സാരിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ സാരീൻ്റെ ഇങ്ങനെ ഈ ചെസ്റ്റ് പോർഷനിലില്ലേ ഇങ്ങനെ റൗണ്ടായിട്ട് ഈ വർക്ക് ഹാഫ് സർക്കിളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
ഞാനിത് വേറെ ചെയ്ത് കാണിക്കാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ ആ ഒരു എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തത്. പക്ഷെ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തെടുത്ത സൽവാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.